ധന്യമീ ജീവിതം കേട്ടിട്ട് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, വേണ്ടപ്പെട്ട ഞാൻ കാണുന്നവരല്ല, അകലെ ഇരുന്ന് കേൾക്കുന്നവര്, എപ്പോഴാ വീട്ടിലുണ്ടാവുക, കാണാൻ വരട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും കാണാൻ വരട്ടെ, അങ്ങനെ കാരണമുണ്ടോ? ബസ് കൂലി മുതലാവോ? എന്ത് കാര്യത്തിനാണ് കാണാൻ വരുന്നത്? വരണോണ്ട് വിരോധമില്ല, സന്തോഷമുള്ളൂ. വീട്ടിലെ അതിഥികൾ വരുന്ന നല്ല കാര്യമല്ലേ? എന്തോ കാര്യത്തിന് വേണ്ടി വരുന്നതാണ്. എന്തൊക്കെയോ ചെയ്യാനോ പറയാനോ ഉണ്ട് എന്നുള്ളൊരു ധാരണ ആയിരിക്കും. എന്നാൽ ഈ പറയുന്നു എന്നുള്ള ഒഴിച്ച് കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ അങ്ങനെ ഒരു മാനസിക പ്രശ്നം തരണം ചെയ്യാനോ ഒരു രോഗം മാറ്റാനോ നമുക്ക് കഴിയുമോ? ഏതൊരു കാര്യവും ഒരു പ്രത്യേക അളവിൽ ഒരു പ്രത്യേക ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്കത് പ്രിയപ്പെട്ടതാണ്. വല്ലാതെ അടുത്ത് എന്ന് നോക്കുമ്പോഴോ, വല്ലാതെ അടുത്ത് ഇന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട പലതും വല്ലാതെ അടുത്ത് പോയി നോക്കിയാൽ എന്താവും? ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു, അപ്പൊ ഫോണിൽ കൂടെ പറഞ്ഞത് ഇവിടെ ഇല്ല വീട്ടിലെന്ന്. ശബ്ദം കേട്ടപ്പോ മനസ്സിലായ ആൾ തന്നെയാണ്. വീട്ടിൽ കയറി ചെന്നു, അവിടെ ഉണ്ട്. എന്താണ് വിളിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞത്? അല്ല, ഒന്നാമത് നിങ്ങളെ വിളിച്ചതെന്ന് മനസ്സിലായില്ല, ഫോൺ നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല. രണ്ട്, ഇന്നിപ്പോ ഷൂട്ടിംഗ് ഒന്നുമില്ല, ഞാൻ ഇപ്പൊ മുടിയൊക്കെ ഡൈ ചെയ്യാതെ ഇരിക്കുമ്പോ എന്നെ കണ്ടാ പേടിക്കില്ല ആളുകൾ, പറഞ്ഞ വരിക. അതേ സമയത്ത് അദ്ദേഹം ആ സ്ക്രീനിൽ കാണുമ്പോ, ആ അകലത്തിൽ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഓക്കെയാണ്. ഒരു ചിത്രം നമുക്ക് വളരെ ഇഷ്ടമായി. ചിത്രകാരന്മാര് പറയും, ഞാൻ ചിത്ര പ്രദർശന ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ, സാർ കുറച്ച് പിറകിലേക്ക് വെക്കൂ, എന്നെ തട്ടി കുറച്ച് പിറകിലാക്കിട്ട് ഇനി ഇവിടുന്ന് നോക്കൂ. ആ ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ആ ചിത്രത്തിന് നല്ല ഭംഗിയുണ്ട്. കുറച്ചും കൂടി അടുത്തേക്ക് വന്നാലോ അതിന്റെ ഭംഗി മുഴുവൻ പോവും. ചില കുട്ടികളുടെ ഭംഗി ഈ യൂട്യൂബില് കുട്ടികള് പല കുസൃതിയും കാണിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും വരും. എന്തൊരു ഭംഗിയാണ് കുട്ടികൾ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവരെ നോക്കിയാൽ മതിയാവില്ല. നടന്നു പോകുമ്പോ ഞാൻ കള്ളത്തരം കാണിച്ച് നിൽക്കും. കാരണം അവിടെ ചിലപ്പോ രണ്ട് കുട്ടികൾ തമ്മിൽ, ഇപ്പൊ ഈയിടെ ഇന്നലെയായിട്ട് അവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ ഇരട്ട പ്രസവിച്ച രണ്ട് കുട്ടികൾ അങ്ങോട്ട് മാന്തിയും കളിക്കുകയും ചെയ്യുന്ന കണ്ടു. ഇരട്ട പ്രസവിച്ച കുട്ടികളെന്ന ഡ്രസ്സ് എന്ന് മനസ്സിലാക്കി. എന്തൊരു സംഭവമാണ്. അതേ ഞാൻ ആ കുട്ടികളോടുള്ള ആരാധന കൊണ്ട് രണ്ട് കുട്ടികളെയും മടിയിൽ വെച്ചു, ഇതിനെ ഒന്ന് കൊണ്ടോട്ടെ, അച്ഛന്റെ അമ്മടി സമ്മതം വാങ്ങിയാൽ 1 മണിക്കൂർ നേരം എനിക്ക് അവരോട് പൊരുത്തപ്പെടാൻ പറ്റും. അച്ഛനമ്മയും പറയും, നിങ്ങൾ നോക്കൂല, അതെ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നേരാം. ആ ഒരു പ്രത്യേക ചൈതന്യം ഒരു പ്രത്യേക അവസരത്തിൽ നാം കാണുമ്പോൾ കിട്ടുന്നതാണ് എന്ന് വിചാരിച്ച് അതിന്റെ മറുകണ്ഠം ചാടിയാൽ ഞാൻ 2 കുട്ടിയും വരും, ഒന്ന് നെലോളി കിടന്നു. ആ നെലോളി അസഹനീയാവും. മറ്റേ കുട്ടി മൂത്രമൊഴിക്കും. ശിശുക്കൾക്ക് ശിശു എന്ന് പേര് വരാൻ കാരണം ഈ ഷൂ എന്നും കൊണ്ട് മലമൂത്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാ ശിശുക്കൾ എന്ന് വിളിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പല വസ്തുക്കളും ഇതുപോലെയുണ്ട്. ആ സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇരുന്നിട്ട് വല്ലാതെ പിറകെ പോയി അതിനൊരു ഭംഗിയില്ല. ചിലപ്പോ ഈ ബാൽക്കണി ടിക്കറ്റ് എടുത്തിട്ട് അതിലൊരു ഫസ്റ്റ് ക്ലാസ് വരും. ആ ബാൽക്കണി ടിക്കറ്റിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ ഭംഗിയില്ല. ഒരു പ്രത്യേക ഏംഗിളിൽ നിൽക്കുമ്പോൾ
ആ സിനിമ നല്ല ഭംഗിയുണ്ട്. ഇത് ജീവിതത്തിൽ ബാധകം ആണ്. അത് കാര്യത്തോടടുക്കുമ്പോ അതിന്റെ ചന്തം കുറഞ്ഞ് കുറഞ്ഞ് വരും. ക്ഷേത്രത്തിൽ പോയിട്ട് ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ 1 മണിക്കൂർ നിൽക്കാൻ സൗകര്യം കിട്ടിയാൽ നിൽക്കുവോ? ഒന്നാമത് വിഗ്രഹത്തിന്റെ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ കണ്ണടയ്ക്കുക ചെയ്യുക. 4.5 മണിക്കൂർ ക്യൂ നിന്ന് വിഗ്രഹത്തിന്റെ മുമ്പിൽ എത്തി അടച്ചു കണ്ണ്. അവിടെ നിൽക്കുന്ന ആള് പോയിക്കൊള്ളാൻ പറയും. പറയില്ലേ? അഥവാ ഇനി അതിന്റെ പൂജാരി, അതിന്റെ അകത്തേക്ക് കയറിയിട്ട് മാലയിടുന്ന പൂജാരി, ഒരു തവണ ഒരാള് ഏറ്റവും പ്രിയപ്പെട്ട ദേവാലയത്തിൽ ചെന്നപ്പോ മാലയുടെ മുകളിലൂടെ, ദൈവവിഗ്രഹത്തിന്റെ മുകളിലൂടെ കൂറകൾ പാഞ്ഞു നടക്കുന്നു. ഇയാള് പരാതിപ്പെട്ടു. അപ്പൊ പൂജാരി പറഞ്ഞു, ഇത് മലമ്പ്രദേശാണ്, കല്ലുകൊണ്ട് പണിത ദേവാലയമാണ്, കൂറകൾക്ക് ഇരിക്കാൻ ധാരാളം സൗകര്യമുണ്ട്. ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ നേദിക്കാൻ കൊണ്ടിരുന്നതുകൊണ്ട് കൂറകൾ ധാരാളം ഉണ്ടാകും, കളയാൻ പറ്റില്ല. ഒന്നേ നിർവാഹമുള്ളൂ, ഒന്നുകിൽ കൂറകളെ കാണാൻ കഴിയാത്ത വിധം നിങ്ങൾ വളരെ ബാക്ക് പോയി നിൽക്കുക. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നിട്ട് വേണം ഏതൊന്നിനെ വീക്ഷിക്കാനും കാണാനും. ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു പ്രത്യേക ആംഗിള്. അപ്പൊ 41 ദിവസം ദേവാലയത്തിൽ ഭജിക്കാനായിട്ട് പോണു. ആ 41 ദിവസം ആകുമ്പോഴേക്ക് അവിടെ എല്ലാ സ്ഥലത്ത് കയറുകയും കാണുകയും പൂക്കൾ കൊണ്ടുവരുന്ന എവിടുന്നാ നോക്കുകയും അവിടെ ആഹാരം പാചകം ചെയ്യുന്നിടത്ത് പോയി നോക്കുകയും പാചകക്കാർ ശുചിത്വമില്ലാതെ പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കുകയും അവിടേക്ക് പഞ്ചസാര വാങ്ങുന്നത് ഏത് കടയിലേക്കാന്ന് അന്വേഷിക്കുകയും ഈ വ്യക്തി ഈ 41 ദിവസം ഭജന, ആ ദേവതയെ ഭജിക്കുക എന്നുള്ളതിന്റെ മറുകണ്ഠം ചാടി അവസാനം കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്നായി ഈ വ്യക്തിക്ക്. അതേ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു പ്രത്യേക ആംഗിളിൽ നിൽക്കുമ്പോൾ എന്തായി, എനിക്ക് പ്രിയപ്പെട്ട ദേവാലയത്തിൽ മാസം പോയ ദേവാലയത്തിൽ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ തിരക്കിലേ അല്ല, അവിടെ കയറുന്നോത്തിലുള്ള ഒരു വിളക്കുകാരുണ്ട്. ആ ദീപസ്തംഭത്തിന്റെ താഴെ നിൽക്കും. വളരെ അടുത്തേക്ക് പോയിട്ട് അത് മുഴുവൻ കാണുകയും ആ മാലയും രൂപവും, എങ്ങനെ പറഞ്ഞാലും അടിയിൽ കുറെ വേസ്റ്റ് ഉണ്ടാവില്ലേ? ഏതൊരു ഹോട്ടലിന്റെയും പിറകുവശം എന്താണ്? വളരെ വേസ്റ്റ് ഉണ്ടാവും. ഏതൊരു വീടിന്റെയും ഒരു ഫംഗ്ഷൻ ഒരു വീട്ടിൽ പോയി, അപ്പൊ നമ്മൾ ഇരിക്കാൻ പറഞ്ഞു, കസേരയിലേക്ക് ഇരുന്നു, ആഹാരമൊക്കെ തൃപ്തിയായി. അങ്ങനെ ഒരു വീട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അറിയാം, അന്നത്തെ ദിവസം കുറച്ച് അതിഥികളൊക്കെ വരുന്നതുകൊണ്ട് പലതൊക്കെ ഭാണ്ഡം പോയിട്ടിരിക്കുകയായിരിക്കും. തുണിയൊക്കെ ഭാണ്ഡം കെട്ടിയിട്ട് അലമാരുടെ പിറകിലൊക്കെ വെച്ചിരിക്കുകയായിരിക്കും. കുറെ വേസ്റ്റ് ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. അവിടേക്ക് നമ്മൾ കടക്കരുത്. ഇതുകൊണ്ടാണ് നദികളുടെ ഉത്ഭവസ്ഥാനം നോക്കട്ട. എന്ത് മനോഹരമായ ഒഴുകുന്ന നദിയാണ്. ഉത്ഭവസ്ഥാനത്ത് പോകുമ്പോ അവിടെ പെരിച്ചാഴി ചത്തു കിടക്കുന്നിടത്തുനിന്ന് ഈ വെള്ളത്തിലായിരിക്കും ചത്തു കിടക്കുന്നുണ്ടാവുക. അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മഹാന്മാരുടെ പൂർവ്വചരിത്രം അന്വേഷിക്കേണ്ടതാണ്. അവരിപ്പോ നമുക്ക് വലിയ ഗുണപാഠങ്ങൾ തരുന്ന വ്യക്തികളാണ്. അവര് ദൈവങ്ങൾ തന്നെയാണ്. അവര് പറയുന്ന കാര്യങ്ങളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഗുണമുണ്ട്.
അവസാനം ഇഷ്ടപ്പെട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പൂർവ്വചരിത്രം ചൊല്ലുകയും അവരുടെ ബന്ധുക്കളോടും ചോദിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു തരും, നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല, ഇവിടെ 24 മണിക്കൂർ ആള് ചൂടാ, പറയില്ല. അച്ഛനോട് ചോദിച്ചാൽ അവൻ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അവൻ ഇതൊക്കെ വെറുതെ വായത്തോന്ന് പറയാ, ഓനൊരു വിവരമില്ല എന്ന് പറയും അച്ഛൻ മകനെ പറ്റി. അതേ സമയത്ത് ആ വ്യക്തി പറയുന്ന തത്വങ്ങൾ ഒരു പ്രത്യേക ഏങ്കിളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. ആരെയാണെങ്കിലും, ഒരു എഴുത്തുകാരനാണെങ്കിൽ അയാളുടെ പുസ്തകം വായിക്കുന്നു, വേണമെങ്കിൽ ഒരു പ്രസംഗം കേട്ടു, പുസ്തകങ്ങളൊക്കെ വായിച്ചു, പ്രസംഗം കേട്ടു. ഇതിപ്പോ വീണ്ടും അതിൻ്റെ അകത്തേക്ക് പോയിരുന്ന പ്രസംഗം കഴിഞ്ഞ ഉടനെ ഇയാള് എവിടേക്ക് പോകണമെന്ന് എങ്ങനെ പറയാൻ കഴിയും? ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഇത് ബാധകം ആണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പറ്റിയ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു പ്രത്യേക ഏങ്കിളിൽ നിൽക്കുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട്. കൂടുതൽ അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് വ്യക്തിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരുന്നുണ്ടാവും, അപസ്മാരം എന്ന രോഗം ഉണ്ടാവും. ഇപ്പൊ ഈയിടെ ഒരു നല്ല നർത്തകി കേട്ടോ ഇങ്ങനത്തെ ഒരു രോഗത്തിന് അടിമയാണ്. ഏതൊന്നിനെ ആസ്വദിക്കുമ്പോഴും, ജീവിതത്തിനെ ആസ്വദിക്കുമ്പോഴും, ജീവിതം തന്നെ ഒരു ആസ്വാദനമാണ്. ആ ജീവിതത്തിനെ ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മളത് ആസ്വദിക്കുന്നതിന് പകരം മറുകണ്ഠം ചാടുമ്പോ ഈ ആസ്വാദനം നഷ്ടപ്പെടും എന്നല്ലാതെ വേറെ അബദ്ധമില്ല. നമ്മുടെ ദേവത, ആ ദേവത ഇന്നോടത്തിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണു. അവിടെ ചെന്നു തൊഴുതു. പൂജാരി ശരിക്ക് കുളിച്ചിട്ടാണോ വരുന്നത്, കുളിക്കുമ്പോൾ സോപ്പ് വെച്ചോ, ഇതൊക്കെ ചിന്തിക്കാൻ നിന്നാൽ അബദ്ധമില്ല, ചിന്തിക്കേണ്ടവർ ചിന്തിച്ചോളൂ. പക്ഷെ അതിൻ്റെ ആസ്വദിക്കുക എന്നുള്ള കർമ്മത്വം അപ്പം നടക്കില്ല. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടപ്രകാരം എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഏങ്കിളിൽ നിന്ന് വേണം കാണാൻ. ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.